രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് സംഭവം. ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ഹെലികോപ്റ്റർ തള്ളി നീക്കി. നിലയ്ക്കലെ ലാൻഡിംഗ് മാറ്റിയതോടെ ഇന്ന് രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയതാണ് തറ താഴാൻ കാരണമായത്. സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രപതി ശബരിമല യാത്രയ്ക്കായി ആദ്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 7:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ദ്രൗപദി മുർമു ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിൽ എത്തി. നിശ്ചയിച്ചതിലും നേരത്തെയായിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര. റോഡ് മാർഗമാണ് പമ്പയിലേക്കുള്ള യാത്ര നടത്തിയത്. പമ്പയിൽ നിന്ന് സ്നാനം ചെയ്ത് കെട്ടുനിറച്ച ശേഷം പോലീസിന്റെ ഫോഴ്സ് ഗൂർബ വാഹനത്തിലായിരുന്നു സന്നിധാനത്തേക്കുള്ള യാത്ര. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി. ഉച്ചയ്ക്ക് സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തും. പിന്നാലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിലും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു.